ഹായ് മക്കളെ. അപ്പോൾ NSMCയുടെ പുതിയൊരു ടോപ്പിക്കായിട്ട് നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ്. എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് NSMC എക്സാംസിലും മാത്രമല്ല, അതായത് നിങ്ങൾ വലിയ ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സബ്ജക്ട്സിലൊക്കെ ഈ ഒരാൾ കയറി വരും. എക്സ്പോണൻസ് പവേഴ്സിൻ്റെ ഇനിയിപ്പോൾ എൻട്രൻസ് എക്സാംസിൽ പോവുകയാണെങ്കിലൊക്കെ അവിടെ വരുന്നത്. അപ്പോൾ ഒരു എക്സാം പെർസ്പെക്റ്റീവിൽ മാത്രമല്ല, ഇനി അങ്ങോട്ടേക്കുള്ള നിങ്ങളുടെ ഒരു അക്കാഡമിക് ലൈഫിലൊക്കെ നല്ല രീതിയിൽ കടന്നു വരുന്നൊരു ചാപ്റ്ററാണ് ഇത് എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേസമയം നല്ല ഫണ്ണായിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ഫോർമുലാസും കാര്യങ്ങളുണ്ട്. ഫോർമുലാസ് അല്ല, കുറച്ച് ഐഡന്റിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റ്യന് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ക്യൂബ് റൂട്ട് ഓഫ് 3375 ഡിവൈഡ് ബൈ 2744 എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. മക്കൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, എന്താണ് ക്യൂബ് റൂട്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. എന്താ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ? അതായത് ഇത്രേ ഉള്ളൂ. ഇപ്പൊ 27⁻⁵ എന്ന് പറഞ്ഞാൽ 27ന്റെ ക്യൂബ് റൂട്ടാണ് അല്ലെ? 27ന്റെ ക്യൂബ് റൂട്ടാണ്. ഇതിന്റെ മീനിങ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഏത് നമ്പർ 3 തവണ മൾട്ടിപ്ലൈ ചെയ്താലാണ് 27 കിട്ടുക എന്നാണ് ചോദിക്കുന്നത്. ഏത് നമ്പർ 3 തവണ മൾട്ടിപ്ലൈ ചെയ്താലാണ് 27 കിട്ടുക? 3 അല്ലേ? അപ്പൊ 3 ആണ് ഇതിന്റെ ക്യൂബ് റൂട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 3 × 3 × 3 എത്രയാണ്? 3 × 3 × 3 27 ആണ് അല്ലേ? അപ്പം ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം, ചില നമ്പേഴ്സിന്റെ ക്യൂബ് റൂട്ട്. അത് ക്യൂബ് റൂട്ട് പഠിക്കണമെന്നില്ല, നമ്മൾ ക്യൂബ് പഠിച്ചാലും മതി. എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം 1 ക്യൂബിന്റെ വാല്യൂ എന്താണ്? 1 × 1 × 1 1 ആണ്. അപ്പോൾ 2 ക്യൂബിന്റെ വാല്യൂ എന്താണ്? 2 × 2 × 2 8 ആണ്. 3 ക്യൂബിന്റെ വാല്യൂ എന്താ മക്കളെ? 27 ആണ്. ഓക്കെ, പിന്നെ അതേപോലെ 4 ക്യൂബിന്റെ വാല്യൂ ആണെങ്കിൽ 4 × 4 × 4 64 ആണ്. 5 ക്യൂബിന്റെ വാല്യൂ ആണെങ്കിൽ 5 × 5 × 5 125 ആണ്. 6 ക്യൂബ് ആണെങ്കിൽ 6 × 6 × 6 എത്ര വരിക? 36 × 6 216 ആണ് വരിക. അപ്പൊ അങ്ങനെ കുറച്ച് വാല്യൂസ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം, ബൈഹാർട്ടായിട്ട് പഠിക്കണം. അപ്പൊ ഈ ക്യൂബ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ക്യൂബ് റൂട്ട് കിട്ടൂലേ? കിട്ടും. വളരെ ഈസിയാണ് മക്കളെ. എന്താണ്? ഇപ്പോൾ 2ന്റെ ക്യൂബാണ് 8. അപ്പൊ നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ 8ന്റെ ക്യൂബ് റൂട്ടാണ് എന്ത്? 2 എന്ന് പറയുന്നത്. 8ന്റെ ക്യൂബ് റൂട്ട് എന്നുള്ളത് നമ്മൾ 1/3 വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക, 2. ഇപ്പം 64ന്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 64⁻⁴ = 4 ആണ്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് 125ന്റെ ക്യൂബ് റൂട്ട് എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ആൻസർ? എന്താണ്? 125ന്റെ ക്യൂബ് റൂട്ട് എന്താണ്? 5 ആണ്. അത് ഒന്ന് ക്യൂബ് ആണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് പറയുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക? ക്യൂബ് റൂട്ട് എന്നാണ് പറയുക. ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് ക്യൂബ് റൂട്ടിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കുന്ന സമയത്ത് ഈ നമ്പറിന്റെ ക്യൂബ് റൂട്ട് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഈ നമ്പറിന്റെ ക്യൂബ് റൂട്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ രണ്ടിലും മൈനസ് ഉണ്ട്. മൈനസും ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് രണ്ടും എന്തായി പോകും? പ്ലസ് ആയി പോകും. കാരണം മൈനസും മുകളിലും താഴെ ഉണ്ടെങ്കിൽ ക്യാൻസൽ ആയി പോകും. അപ്പൊ ലിറ്ററലി ഇവിടെ ബാക്കിയുള്ള ഉണ്ടാവുന്നത് 3375 ഡിവൈഡഡ് ബൈ 2744 ആണ്. ഈ നമ്പറിന്റെ ക്യൂബ് റൂട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഈ നമ്പറിന്റെ ക്യൂബ് റൂട്ട് എന്താണ്? ⁻⁴. ആർക്കും ബുദ്ധിമുട്ടുണ്ടോ? നമ്മൾ പല ഐഡന്റിറ്റീസ് ഈ ഒരു എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് കൂടെ പഠിക്കും. അങ്ങനെ പോരെ, വെറുതെ തിയറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോറാക്കണ്ടല്ലോ ക്ലാസ്. നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല ഫണ്ണായിട്ടാണ് ഈ ചാപ്റ്റർ പഠിക്കാൻ പോകും നമ്മൾ. ഒന്നുമില്ല മക്കളെ, ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ചില ആൾക്കാർക്ക് അറിയായിരിക്കും a/b all⁻n എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. ഇത് ഇങ്ങോട്ടേക്കും വരും, ഇത് ഇങ്ങോട്ടേക്കും വരും. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ 1/3 3375 ഇത് മുകളിലോട്ടും വന്നു, അതേപോലെ 2744 ഇത് താഴത്തോട്ടും വരും. ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. മുകളിലോട്ടും ⁻n ആണെങ്കിലും മുകളിലോട്ടും താഴത്തോട്ടും വരില്ലേ? അതേപോലെ തന്നെ. ഇനി മക്കളെ പറ, ഈ 3375ന്റെ ക്യൂബ് റൂട്ട് എന്താണെന്നുള്ളത്. എന്തായിരിക്കും ക്യൂബ് റൂട്ട്? അത് ആക്ച്വലി നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. പറഞ്ഞാൽ 10 × 10 × 10 ഒക്കെ ചെയ്ത് 10ന്റെ ക്യൂബ് എത്രയാണ്? 10 × 10 × 10 എത്രയാണ്? 1000 ആണ് അല്ലേ? അതേപോലെ 11ന്റെ ക്യൂബ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ 12ന്റെ, അങ്ങനെ ആ ഒരു ഇതിൽ നോക്കാം. പക്ഷെ അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിനേക്കാളും നല്ലത് ഓപ്ഷൻസിലേക്ക് നോക്കാവുന്നതാണ്. ഇതിന്റെ ക്യൂബ് റൂട്ട് എന്തായാലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നമ്പറേ വരുള്ളൂ. ഇതിന്റെ ക്യൂബ് റൂട്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നമ്പറേ വരുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഒന്നെങ്കിൽ എയോ അല്ലെങ്കിൽ ഓപ്ഷൻ സിയോ ആണെന്നുള്ള കാര്യത്തിൽ ഉറപ്പായില്ലേ? ഇനി മക്കളെ നോക്ക്, ഇതിന്റെ ക്യൂബ് റൂട്ട് എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഏതോ ഒരു നമ്പർ ഉണ്ട് മുകളിൽ തായും, അതായത് ഏതോ ഒരു നമ്പർ 3 തവണ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? 3375 കിട്ടുക. ഏതോ ഒരു നമ്പർ ഉണ്ട്. ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ 27ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലേ നമുക്ക് 27 കിട്ടുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഏത് നമ്പർ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 3375 കിട്ടുക എന്നുള്ളതാണ് നോക്കുന്നത്. 3375 അല്ലെങ്കിൽ ഏതോ ഒരു നമ്പറിന്റെ ക്യൂബ് അല്ലേ?
അപ്പം ഇതിൽ നിങ്ങളൊന്ന് ഗസ് ചെയ്താൽ മതി. ഓപ്ഷൻ എ ആയിരിക്കും ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. എന്താ കാരണം ഇവിടെ നോക്കണം, ഇവിടെ മുകളിൽ 15 ആണ്, താഴെ എന്താണ് 14 ആണ്. ഇവിടെ ഇപ്പം 15 ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് 3375 വരുമോ എന്നുള്ളതൊക്കെ ചെയ്ത് നോക്കേണ്ടി വരും. പക്ഷെ ചെയ്ത് നോക്കാതെ നമുക്ക് അതിന്റെ എൻഡിങ് ഡിജിറ്റ്, യൂണിറ്റ് ഡിജിറ്റ് എന്താണെന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റും. അവസാനത്തെ ഡിജിറ്റ് എന്താണെന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യാം? 15 എത്രയാണ്? അത് 225 ആണ് അല്ലേ? 225 ആണ് ഇൻറ്റു 15. അപ്പൊ ഈ 5ഉം ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 25. 25ന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 5 ആണ് അല്ലേ? 25ന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 5 ആണ്. അപ്പൊ ആ ഉത്തരത്തിലും യൂണിറ്റ് ഡിജിറ്റ് എന്തേ വരുള്ളൂ? 5 വരുള്ളൂ. അപ്പൊ അത് 15 വരാൻ മാത്രമേ ചാൻസ് ഉള്ളൂ. നമുക്ക് ന്യൂമറായിട്ടുള്ളത് ഒന്നുകിൽ 15 വരാം അല്ലെങ്കിൽ 14 വരാം. ഇപ്പൊ 14 വന്നുള്ള കുഴപ്പം എന്താ ഞാൻ പറഞ്ഞുതരാം. 14 വന്നിക്കുകയാണെങ്കിൽ 14 × 14 ഈ 4ഉം പാടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? 16 വരിക. നമ്മൾ എൻഡിങ് ഡിജിറ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി ഇവിടത്തെ ഈ 4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? 6 × 4 24. അപ്പൊ അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 4. അപ്പൊ ആ അവസാനത്തെ ഡിജിറ്റ് എന്താണ്? 4. അതായത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നൊരു നാക്കാണിത്. അതിന്റെ അവസാനത്തെ ഡിജിറ്റ് മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും. ആ കിട്ടുന്നതിൽ ഉത്തരം ഉണ്ടാവുമല്ലോ, ആ ഉത്തരത്തിന്റെ എൻഡിങ് ഡിജിറ്റ് തന്നെ ആയിരിക്കും ഈ ഫൈനൽ ആൻസറിന്റെയും എൻഡിങ് ഡിജിറ്റ് ആയിട്ട് വരിക. അപ്പൊ ഇവിടെ നമുക്ക് 4 × 4 ചെയ്യുന്ന സമയത്ത് 24 ആണ്, 16 കിട്ടുന്നുണ്ട്. 16ന്റെ 6 മാത്രം കൺസിഡർ ചെയ്യും. പിന്നെ 6ന്റെ 4ഉം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എത്ര വരും? 24 എന്ന് വരുന്നുണ്ട്. 24ന്റെ എൻഡിങ് ഡിജിറ്റ് എത്രയാണ്? 4 ആണ്. അപ്പൊ ഇവിടുത്തെ എൻഡിങ് ഡിജിറ്റ് എന്ത് തന്നെ വരുള്ളൂ? 4 വരുള്ളൂ. അത് മാത്സിലുള്ള ഒരു ലോജിക്കാണ്. അപ്പൊ കാര്യം നമുക്കറിയാം, ഇവിടെ മുകളിൽ 40 ഒന്നുകിൽ ഇവിടെ 14/15 വരാം, അല്ലെങ്കിൽ എന്ത് വരാം? 15 മക്കളെ നോക്ക്, അല്ലെങ്കിൽ 15/14 വരാം. അപ്പൊ കറക്റ്റ് ആൻസർ എന്തേ വരുള്ളൂ? 15/14 വരുള്ളൂ. കാരണം എന്താ മക്കളെ? ഇവിടെ മുകളിൽ 14 ആണ് വന്നതെങ്കിൽ, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കാം, മുകളിൽ 14 ആണ് വന്നതെങ്കിൽ 14 × 14 × 14 ആ, അതിന്റെ എൻഡിങ് ഡിജിറ്റ് തീർച്ചയായിട്ടും എന്തേ വരുള്ളൂ? ഒരു 4ൽ എൻഡ് ചെയ്യുന്ന നമ്പറേ വരുള്ളൂ. ഓക്കെ, 15 ആണെങ്കിൽ ആ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. 15ന്റെ ക്യൂബ്, ഇനിയിപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 15 × 15 ചെയ്ത് നോക്കിയാൽ മതി, കറക്റ്റ് ഇതിലേക്ക് വരും. അപ്പൊ അത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ചെയ്യാൻ പോയിക്കുകയാണെങ്കിൽ എങ്ങനെ കറക്റ്റ് ചെയ്യാം? 10 × 10 × 10 നോക്കുക. അപ്പൊ എത്രയാണ്? 1000. ഈ 11 × 11 × 11 ഒന്നും നോക്കേണ്ട കാര്യം പോലില്ല. കാരണം എന്താ പറയുക, ഇതിന്റെ എൻഡിങ് ഡിജിറ്റ് 1, ഇവിടെ എൻഡിങ് ഡിജിറ്റ് 1, എൻഡിങ് ഡിജിറ്റ് 1, ഇത് 3 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഉത്തരത്തിന്റെ എൻഡിങ് ഡിജിറ്റ് എന്തേ വരുള്ളൂ? 1 വരുള്ളൂ. ഇതിപ്പോ എത്ര നമ്പേഴ്സ് ആണ്? ഇപ്പൊ 12 × 12 × 12, ഇതിന്റെ എൻഡിങ് ഡിജിറ്റ് 2 × 2 × 8. അപ്പൊ ഇവിടുത്തെ എൻഡിങ് ഡിജിറ്റ് എന്തേ വരുള്ളൂ? 8 വരുള്ളൂ. അത് അങ്ങനെ വരുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 15 ആണ് വരാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ അത് കൺഫേം ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്ത് നോക്കിയാൽ മതി? 15 × 15 × 15 ചെയ്ത് നോക്കിയാൽ മതി, ആൻസറുകളിലേക്ക് എത്തും. അപ്പൊ അതാണ് ആൻസർ. കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി മക്കൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യനിലേക്കൊക്കെ വരുമ്പോഴാണ് നമ്മൾ കറക്റ്റ് ആ ഒരു സംഭവത്തിലേക്ക് പഠിക്കാൻ പോകുന്നത്, എക്സ്പോണൻസിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത്. കുറേ നല്ല നല്ല ഐഡന്റിറ്റീസ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കുന്ന സമയത്ത് 4n+1 2n -8n 2n ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഇക്വേഷൻസ് സിംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു നാക്ക് ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്. നിങ്ങൾ ആലോചിക്കാം, ഒരു ഇക്വേഷൻ, ഒരു എക്സ്പോണൻസിന്റെ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ബേസ് സെയിം ആയിരിക്കണം. അപ്പൊ നോക്ക്, ഇപ്പൊ 2⁵ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതാണ് ബേസ്, ഈ 5 ആണെന്ത്? പവർ. ഒന്നുകിൽ ബേസ് സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം? പവർ സെയിം ആയിരിക്കണം. ഒന്നുകിൽ ബേസ് സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ പവർ സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഞാൻ സിംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു നാക്കാണ് പറയുന്നത് കേട്ടോ. ബേസ് സെയിം ആയിരിക്കണം. അപ്പൊ ഇവിടുത്തെ ബേസ് 4 ആണ്, ഇവിടുത്തെ ബേസ് 2 ആണ്, ഇവിടുത്തെ ബേസ് 8 ആണ്, ഇവിടുത്തെ ബേസ് 2 ആണ്. അതൊന്നും സെയിം ആണോ സാറേ? അല്ല. ഞാൻ പറഞ്ഞ ഒന്നുകിൽ നിങ്ങൾ ബേസ് സെയിം ആക്കാൻ വേണ്ടി നോക്കണം. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യനിൽ ബേസ് സെയിം ആക്കാൻ വേണ്ടി നോക്കുകയാണ്. വളരെ ഈസി ആയിട്ട് അതിന്റെ ബേസ് സെയിം ആക്കി എടുക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? 4n+1 × 2n -8n ഡിവൈഡ് ബൈ 2n. ഇതാണല്ലോ സംഭവം. ഈ 4 എടാ നോക്ക്, ഈ 4ന്റെ പകരം നിങ്ങൾ എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. എടാ ഞാൻ കാണിച്ചു തരാം. 4ന്റെ പകരം 4 എന്ന് പറഞ്ഞാൽ 2² ആണല്ലോ. അപ്പൊ 4ന്റെ പകരം 2 ഓൾ റേസ്റ്റ് എന്താണ്? n+1 ഇൻറ്റു 2n -8ന്റെ പകരം 2³ എന്ന് കൊടുത്തു. കാരണം 8 എന്ന് പറഞ്ഞാൽ 2³ ആണല്ലോ. n ഡിവൈഡ് ബൈ 2n എന്നുണ്ട്. ഓക്കെ, ഇനി മക്കളെ പഠിക്കുക. a⁻m
ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ റേസ് ടു എം ഇൻറ്റു എൻ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ലോജിക്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, 2 റേസ് ടു 2 ഇൻറ്റു എൻ പ്ലസ് 1 എന്ന് പറയാൻ പറ്റുമോ? ആർക്കും ബുദ്ധിമുട്ടില്ല. എമ്മും അതിൻ്റെ ഒരു പവർ, അതിൻ്റെ മുകളിൽ വേറൊരു പവർ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ പവേഴ്സ് തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ആരുണ്ട്? 2 റേസ് ടു എൻ ഉണ്ട്, മൈനസ് ഇവിടെ എന്താ വരും? 2 റേസ് ടു 3n വരും. സെയിം റീസൺ. ഓക്കെ, 2 റേസ് ടു 2n എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ 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 ഇതിങ്ങനെ ഒന്ന് ബ്രാക്കറ്റ് തുറക്കുക. അപ്പോൾ 2 റേസ് ടു 2n പ്ലസ് 2 റേസ് ടു n മൈനസ് 2 റേസ് ടു 3n ഓൾ ഡിവൈഡ് ബൈ 2 റേസ് ടു 2n എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്തായിരുന്നു കിട്ടിയിരുന്നത്? എ റേസ് ടു എം എ റേസ് ടു എൻ ആണ് അല്ലേ? എ റേസ് ടു, മക്കളെ നോക്ക്, ഫോർമുലാസ് ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് പഠിക്കുന്നത്. എ റേസ് ടു എമ്മും എ റേസ് ടു എന്നും ആണെങ്കിൽ എ റേസ് ടു എം പ്ലസ് ഇവിടെ എൻ കേട്ടോ. എ റേസ് ടു എമ്മും എ റേസ് ടു എന്നും ആണെങ്കിൽ എ റേസ് ടു എം പ്ലസ് എൻ ആണ് വരിക. ആ ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെയൊക്കെ ഐഡന്റിറ്റീസ് ആണ് പഠിക്കുന്നത്. ഞാൻ തുടക്കത്തിലേ ഞാൻ പറഞ്ഞിരുന്നു, ഒന്നെങ്കിൽ ബേസ് സെയിം ആക്കാൻ നോക്കുക, അല്ലെങ്കിൽ പവർ സെയിം ആക്കാൻ നോക്കുക. ഇതിൽ ഞാൻ ഇപ്പോൾ സെയിം ആക്കിയ ബേസിനാണ് അല്ലേ? ഇതിൽ എല്ലാത്തിൻ്റെയും ബേസ് ഇപ്പോൾ എന്തായിട്ട് മാറിയിട്ടുണ്ട്? 2 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് ഇവിടെ എ റേസ് ടു എമ്മിൻ്റെ എ റേസ് ടു എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം പ്ലസ് എൻ ആണ്, അല്ലെങ്കിൽ 2n പ്ലസ് 2 പ്ലസ് എൻ ആണ് വരിക, മൈനസ് 2 റേസ് ടു 3n ഓൾ ഡിവൈഡ് ബൈ എന്താണ്? 2 റേസ് ടു 2n ആണ്. ആ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ എന്താ വരിക? 2 റേസ് ടു ഈ 2n എന്നും കൂടെ വരുമ്പോൾ 3n പ്ലസ് 2 എന്നാണ് വരിക, മൈനസ് 2 റേസ് ടു 3n എന്ന് വരും, ഓൾ ഡിവൈഡ് ബൈ 2 റേസ് ടു 2n എന്ന് വരും. ഈ ഒരു കാര്യമാണ് നമ്മളോട് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? 2 റേസ് ടു 2n പ്ലസ് 2 n പ്ലസ് n ആണ്, അതായത് 2 റേസ് ടു 3n പ്ലസ് 2 ആണ്, മൈനസ് 2 റേസ് ടു 3n. നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇനി മക്കളെ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ മൈനസ് വന്നാൽ അവിടെ ഒരു ഫോർമുലയും പഠിക്കാനില്ല. ഓക്കെ, ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച്, അതായത് നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞു, എന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് ഫോർമുലാസ് ഞാൻ പറഞ്ഞുതരാം. അത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ആണെങ്കിൽ മക്കൾ എന്താണ്? ഞാൻ ഇപ്പോൾ പറഞ്ഞു, ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പറഞ്ഞു എ റേസ് ടു എം പ്ലസ് എൻ ആണ്. എ റേസ് ടു എം ഡിവൈഡ് ബൈ എ റേസ് ടു എൻ എന്താണ്? എ റേസ് ടു എം മൈനസ് എൻ ആണ്. ബുദ്ധിമുട്ടൊന്നുമില്ല, ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. ഇതേപോലെ എ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് 1 ആയിരിക്കും. റേസ് ടു 0 ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. അതും ബുദ്ധിമുട്ടില്ല. അത് കഴിഞ്ഞു. എന്നിട്ട് എ റേസ് ടു എമ്മിൻ്റെ എ റേസ് ടു എൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അതല്ലേ വേറെ ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. എ ഇൻറ്റു ബി ഓൾ റേസ്, നമ്മൾ പഠിച്ച ഫോർമുലാസ് തന്നെ പറയുന്നത്. ഇത് എന്ത് വരും? ഇത് ഇങ്ങോട്ടേക്ക് വരും എന്നുള്ള ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു. എ റേസ് ടു എൻ ഇൻറ്റു ബി റേസ് ടു എൻ എന്ന് കൊടുക്കാൻ പറ്റും. ഇവിടെ എ ബൈ ബി ഓൾ റേസ് ടു എൻ ആണെങ്കിലോ അത് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ ബി റേസ് ടു എൻ എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അതേപോലെ വേറൊരു ഫോർമുല ഉണ്ട്. എ റേസ് ടു എം ഓൾ റേസ് ടു എൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ റേസ് ടു എം ഇൻറ്റു എൻ. ഇതിൽ പല ഫോർമുലാസ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഫോർമുലാസ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ മൈനസിനുള്ള ഫോർമുലാസ് ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല, ഉണ്ടോ? അപ്പോൾ നല്ല പരിപാടി. ഇവിടെ 2 റേസ് ടു 3n പ്ലസ് 2 ഉണ്ട് അല്ലേ? പ്ലസ് 2 ഉണ്ട്. ഇതിനേക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ലടാ. ഇതിനെങ്ങനെ എഴുതി കൂടെ? 2 റേസ് ടു 3n ഇൻറ്റു 2 റേസ് ടു 2 മൈനസ് 2 റേസ് ടു 3n എന്ന് എഴുതാൻ പറ്റും, ഓൾ ഡിവൈഡ് ബൈ 2 റേസ് ടു 2. ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. എടാ ഇയാളെ അതായത് ഞാൻ ഇത് തന്നിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് എഴുതാൻ പറ്റും. അതായത് 2 റേസ് ടു 3n 2 റേസ് ടു എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങോട്ടേക്ക് എഴുതാൻ പറ്റും. 2 റേസ് ടു 3n പ്ലസ് 2 എന്ന് എഴുതാൻ പറ്റും. ഇത് നേരെ തിരിച്ചും നമുക്ക് പറയാൻ പറ്റണം. ആ ഒരു കാര്യമാണ് ഞാനവിടെ ചെയ്തിട്ടുള്ളത്. ആ ഒരു കാര്യം മാത്രമേ ഞാനവിടെ ചെയ്തിട്ടുള്ളൂ. എന്താ ചെയ്തിട്ടുള്ളത്? 2 റേസ് ടു, ഞാൻ ഒന്ന് അടിയിലോട്ട് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറിയിട്ടുണ്ട്? 2 റേസ് ടു 3n ഇൻറ്റു 2 റേസ് ടു 2 മൈനസ് 2 റേസ് ടു 3n ഓൾ ഡിവൈഡ് ബൈ 2 റേസ് ടു 2n ആണ്. മക്കളെ കാര്യം മനസ്സിലായിട്ടുണ്ട്, ഏകദേശം മനസ്സിലായിട്ടുണ്ട്. എന്താണ്? ഇതിലും 2 റേസ് ടു 3n ഉണ്ട്. ഈ രണ്ട് ടേംസ് ആണ്, ഈ ടേമും ഈ ടേമും. ഈ രണ്ട് ടേംസിലും ആര് കോമൺ ആയിട്ടുണ്ട്? 2 റേസ് ടു 3n കോമൺ ആയിട്ടുണ്ട്. ഞാൻ ആ കോമൺ ആയിട്ടുള്ള ആളെ പുറത്തേക്ക് എടുക്കുകയാണ്. 2 റേസ് ടു 3n കോമൺ ആക്കി എടുക്കുക. പിന്നെ ബാക്കി എന്തുണ്ടാവും? 2 സ്ക്വയർ മൈനസ് 1. അടിയിലാണെങ്കിലോ? അടിയിൽ ആരാളുള്ളത്? 2 റേസ് ടു 2n ബാക്കി ഉണ്ടാവും. ഓക്കെ, ഇനി 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ? 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 4 മൈനസ് 1 ആണ്. 4 മൈനസ് 1 എന്താ വരിക? 3 ആണ് വരിക. ഓക്കെ, അപ്പോൾ 2 റേസ് ടു 3n ഇൻറ്റു 3 ഓൾ ഡിവൈഡഡ് ബൈ എന്താണ്? 2 റേസ് ടു 2n ആണ്. ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി നോക്കണം, ഈ 2 റേസ് ടു 3n ഡിവൈഡ് ബൈ 2 റേസ് ടു n എന്ന് പറയുമ്പോഴേ അതെന്താ സംഭവം? അത് ആരെ പോലെയാണ്? അത് എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു n പോലെയാണ്. അപ്പോൾ എ റേസ് ടു എം മൈനസ്, കാരണം ബേസ് രണ്ടും സെയിം ആണ്. അപ്പോൾ ഇതിനെ മാത്രമാക്കി ഒരു ടീം ആക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ എഴുതി കൂടെ?
2^3n by 2^2n into 3 എന്ന് എഴുതി കൂടെ. ഇതെന്താ സാധനം? a⁻m ഡിവൈഡ് ബൈ a⁻n എന്ന് പറയുമ്പോൾ a⁻m ആണ്, അല്ലെങ്കിൽ 3n - 2n into 3 ആണ്, അല്ലെങ്കിൽ എന്ത് വരും മക്കളെ? 2^n into 3 എന്ന് വരും. ഇതൊക്കെ നമ്മൾ ഈ ഒരാളെ സിംപ്ലിഫൈ ചെയ്തപ്പോഴാണ് കിട്ടിയിട്ടുള്ളത്. ഇത് എന്തും കൂടിയാണ്? ഇത് 3/8 കൂടിയാണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ? അത് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? 2^n into 3, അതായത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഇത് എന്തിനോട് ഈക്വലാണ്? ഇത് 3/8 ഈക്വലാണ്. ഈ 3യും ഈ 3യും രണ്ട് സൈഡിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഈ 1 നോക്കടാ, 2^n, പിന്നെ ബാക്കി വരാനുള്ളത് 1/8 മാത്രമേ ബാക്കിയുള്ളൂ. 8 എന്ന് പറയുന്ന സമയത്ത് എന്താണ്? 2^3 ആണ്. ഈ 1/2^3 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ്? അത് 2^-3 ആണ്. ഞാൻ അറിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇപ്പോൾ പറയുന്നത് പഠിച്ചോളൂ. അത് 1/ മക്കളെ നോക്ക്, a⁻m ആണെങ്കിൽ അതിന്റെ ആൻസർ എന്താണ്? a⁻m ആണ്. മറക്കരുത്. ഈ 1/ എന്നുള്ളത് നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി പറ്റും. എന്ത് ചെയ്താൽ മതി? a⁻m. ഇവിടെ എന്താണോ ഉള്ളത് അതിന്റെ നെഗറ്റീവ് മുകളിലോട്ട് എടുക്കുക. ആ രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 2^3 ആയതുകൊണ്ട് മുകളിലോട്ട് വരുമ്പോൾ എന്ത് വരും? -3 എന്ന് വരും. ഇനി നോക്കണം, ഇത് രണ്ടും ഈക്വൽ ആണ്. അതിൽ ബേസ് രണ്ടിലും 2 ആണ്. അങ്ങനെയാണെങ്കിൽ പവർ, അതായത് രണ്ട് സൈഡിലും ബേസ് ഈക്വൽ ആണെങ്കിൽ പവറും ഈക്വൽ ആയിരിക്കും. അതാണ് റൂള്. ബേസ് ഈക്വൽ ആണെങ്കിൽ പവറും ഈക്വൽ ആയിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിൽ ബേസ് 2 ആണല്ലോ, പവർ എന്താണ്? പവർ n, മറ്റൊരുത്തും എന്താണ്? -3. അപ്പൊ എന്നിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? -3 ആണ്. ഓക്കെ അല്ലടാ? ഒരു ബുദ്ധിമുട്ടില്ല ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. നല്ല രസമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പല ക്വസ്റ്റ്യൻസ് നമുക്കൊരു എന്ത് പറയും, പല ട്രിക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അടുത്ത് ദി മിൽക്കി വേ ഈസ് എത്ര തന്നിട്ടുണ്ട്? 1 lakh light years away. അപ്പൊ ഈ 1 lakh എന്നുള്ള നമ്പർ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫോർമാറ്റിലേക്ക് എഴുതാനാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ എഴുതേണ്ടത് നോക്ക്, വളരെ ഈസിയാണ്. 1 0 0 പിന്നെ ഇങ്ങനെ എഴുതാം. എന്നിട്ട് ഇവിടെ എത്ര സീറോസ് ഉണ്ട് നോക്കാം. ഓക്കെ, ഇവിടെ എത്ര സീറോസ് ഉണ്ട്? ഫസ്റ്റത്തെ നമ്പർ ഏതാണ്? 1 അല്ലേ? അപ്പൊ അത് 1 അതുപോലെ എഴുതി ഇൻറ്റു 10^2 എഴുതാം. ഓക്കെ, അത് അങ്ങനെ തന്നെ എഴുതാം. എന്നിട്ട് എത്ര സീറോസ് ഉണ്ട്? 1 2 3 4 5 സീറോസ് അല്ലേ? അപ്പൊ 10^5 ഉണ്ട്. ഓക്കെ അല്ലേടാ? ഇത്രയുള്ള പരിപാടി. ഇനിയിപ്പോൾ ഒരു 2 lakh അല്ലെങ്കിൽ 2000 ആണെന്ന് വരിക, അതെങ്ങനെ എഴുതാം? അത് 2 അല്ലേ? അപ്പൊ 2 എന്ന് എഴുതാം ഇൻറ്റു 10^, എത്ര സീറോസ് ഉണ്ട്? 3 സീറോസ്. അപ്പൊ 2 × 10^3 ആണ്. അപ്പൊ അതാണ് നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യനിൽ മാത്രമല്ല, അത് വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം. ആ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് കോപ്പർ ഇസ് 0. നല്ല രസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോപ്പറിന്റെ ലീനിയർ എക്സ്പാൻഷൻ നമ്പർ എന്തോ തന്നിട്ടുണ്ട്. നമ്പർ എത്ര തന്നിട്ടുണ്ട്? 0. മക്കളെ നോക്ക്, 0 0 0 0 4 സീറോസ് 1 2 1 8 7. അപ്പൊ ഇതിലുള്ള ഏത് ഓപ്ഷനായിട്ടാണ് മാച്ചിങ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും 1 point 2 point 3 point അല്ലെങ്കിൽ 9 point അതുവരെ 1.9 point 2 point 3 point ആ രീതിയിലേ പറയുള്ളൂ. 1 മുതൽ 1 to 9 ഉള്ള നമ്പേഴ്സിന്റെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റാൻഡേർഡ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ 187 ആണ്. അപ്പൊ നമുക്ക് 187 വേണമെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? 1.87 എഴുതാൻ പറ്റും. ശരിയല്ലേ? തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കുക അത് എങ്ങനെ വരുന്നത് എന്നുള്ളത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഈ 187 നിങ്ങൾ എന്ത് ചെയ്യുക? 1.87 എഴുതാം. എന്നിട്ട് നമുക്ക് ഈ മുകളിലുള്ള തന്നിട്ടുള്ള ആൾ തന്നെ ആയിരിക്കണം താഴെയുള്ളത്. അതിൽ മാറ്റം വരാൻ പാടില്ല. മുകളിൽ എന്താണോ തന്നിട്ടുള്ളത് അത് തന്നെയാണ് താഴെയും വരേണ്ടത്. അതിൽ മാറ്റം വരാൻ പാടില്ല. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് മക്കളെ, ഇവിടെ 1 point ആണെങ്കിൽ, ഇവിടെ പോയിന്റ് ആണല്ലോ, ഇവിടെ പോയിന്റ് ആണെങ്കിൽ ഇത് ഇവിടെ പോയിന്റ് ആയിരുന്നെങ്കിൽ നമുക്ക് നമ്മളെ കറക്റ്റ് പോയിന്റ് എവിടെ വരിക? ഇവിടെയാണ് വരുന്നത് അല്ലേ? നമ്മളിപ്പോൾ പോയിന്റ് ഇട്ടതോ ഇവിടെയാണ്. അത് കറക്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ എത്ര ജമ്പ് ബാക്കിലോട്ട് പോകണം? 1 2 3 4 5 ജമ്പ് നമ്മൾ ബാക്കിലോട്ട് പോയാൽ കറക്റ്റ് ആവും. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 10⁻⁻5 ചെയ്താൽ മതി. ഓക്കെ, ആദ്യം നമുക്ക് വേണ്ട നമ്പർ, അതായത് 187 ആണെങ്കിൽ 1 point, ഞാൻ പറഞ്ഞല്ലോ 1 point 2 point 3 point ആ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ 187 ഞാൻ ആദ്യം എന്ത് ചെയ്തു? 1.87 എന്നുള്ള രീതിയിൽ എഴുതി. അപ്പൊ ഞാൻ ആ 1.87 എഴുതിയ സമയത്ത് പോയിന്റ് എവിടെയാണ് ഇട്ടത്? ഇവിടെയാണ് ഇട്ടത്. എനിക്ക് കറക്റ്റ് പോയിന്റ് വേണ്ടത് എവിടെയാണ്? ഇവിടെയാണ്. അപ്പൊ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ എത്ര ജമ്പ് ബാക്കിലോട്ട് പോകാൻ വേണ്ടി എത്ര പോകണം? 1 2 3 4 5 ജമ്പ് ബാക്കിലോട്ട് പോകണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആൻസർ ഏതാണ്? 1.87 ഇൻറ്റു 10⁻⁻5.
ഓക്കെ, അടുത്ത നല്ലൊരു രസമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ എത്ര ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊന്ന് നോക്കിയേ. അത് ഞാൻ ചെയ്യാം, അതിന് മുന്നേ വീഡിയോ പോസ് ചെയ്യാം, എന്നിട്ട് എത്ര ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കാം. നമുക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ മക്കളെ നോക്കടാ, 0 പോയിന്റ് നോക്ക്. ആദ്യം ഈ ഉള്ളിലുള്ള ആളെ ഞാനൊന്ന് വൃത്തിയാക്കാൻ പോവാണ്. അതായത് ക്യൂബ് റൂട്ട് തന്നിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു റൂട്ട് തന്നിട്ടുണ്ട്. ആ ഉള്ളിലുള്ള ആളെ ഞാനൊന്ന് വൃത്തിയാക്കാൻ പോവാണ്. അതായത് 0.0000 4 സീറോസ് അല്ലേ, 4 സീറോസ് 00064 ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, സിംപ്ലിഫൈ ചെയ്യണം. അപ്പൊ ഇതിനെ ഞാൻ ചോദിക്കട്ടെ, ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 64 എന്ന് മാത്രമായിരുന്നെങ്കിൽ എല്ലാവരും പറയും. സ്ക്വയർ റൂട്ട് ഓഫ് 64 എത്രയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് 64 എത്രയാണ്? 8 അല്ലേ. 8ന്റെ സ്ക്വയർ റൂട്ട് ആണ് 8. 64ന്റെ സ്ക്വയർ റൂട്ട് ആണ് 8. എല്ലാവർക്കും പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം വന്നത്? ഇവിടെ 0.00 എന്നുള്ള രീതിയിൽ വന്നു. അപ്പൊ ഞാൻ ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നൈസിൽ ചെയ്യാൻ പോകുന്നത്രയുള്ളൂ. ഈ 64 ആയിരുന്നു ഞാൻ ഓക്കെ ആണല്ലോ, അപ്പൊ ഞാൻ 64 എന്ന് എഴുതി. ഓക്കെ, 64 എന്ന് എഴുതുകയാണെങ്കിൽ കറക്റ്റ് ഈ 64 എന്ന് പറഞ്ഞാൽ എന്താണ്? 64.0 ആണ്, ശരിയല്ലേ? 64.0 ആണ്. അപ്പൊ 64 എന്ന് പറയുമ്പോൾ പോയിന്റ് എവിടെ നിൽക്കുന്നത്? കറക്റ്റ് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് അവിടെ നിന്നാൽ മതിയോ? നമുക്ക് ഇവിടെ അതിന്റെ ബാക്കിലുള്ള പൊസിഷനിലല്ലേ കറക്റ്റ് പോയിന്റ് വരുന്നത്. അപ്പൊ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി എത്ര ജമ്പ് ബാക്കിലോട്ട് പോകണമെന്ന് ആലോചിക്കാം. 1 2 3 4 5 6 ജമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിലോട്ട് പോകണം. അപ്പോൾ 10⁻⁻6 എന്ന് കൊടുക്കണം. ബാക്കിലോട്ടാണെങ്കിൽ മൈനസ്, മുന്നിലോട്ടാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? പ്ലസ് എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. 64 × 10⁻⁻6 ആണ്. എടാ മക്കളെ നോക്ക്, ആദ്യം നമ്മൾ ഇതിന്റെ റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഞാൻ ആദ്യം ഈ റൂട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. അതിന്റെ ശേഷം ഞാൻ ക്യൂബിലേക്ക് പോകുന്നുള്ളൂ, ആ ക്യൂബ് റൂട്ടിലേക്ക് പോകുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ റൂട്ട് എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. ഇതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ റൂട്ടായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? റൂട്ട് ഓഫ്, അതായത് നമുക്ക് ഒരു ഫോർമുല ഉണ്ട്, റൂട്ട് ഓഫ് AB എന്ന് പറയുകയാണെങ്കിൽ അത് റൂട്ട് A × റൂട്ട് B. അതായത് എയോ ബിയോ എന്തായിരിക്കണം? നോൺ നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, അതായത് പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് റൂട്ട് ഓഫ് 64 × 10⁻⁻6 എന്ന് പറയുമ്പോൾ റൂട്ട് 64 × റൂട്ട് ഓഫ് 10⁻⁻6 എന്ന് എഴുതാൻ പറ്റൂലേ? ആർക്കും ബുദ്ധിമുട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ റൂട്ട് ഓഫ് AB എന്ന് പറഞ്ഞാൽ റൂട്ട് A × റൂട്ട് B ആണ്. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. റൂട്ട് ഓഫ് 64 എന്ന് പറയുമ്പോൾ എന്താണ്? 8 ആണ്. 8 × മക്കളെ നോക്ക്, റൂട്ട് ഓഫ് 10⁻⁻6 എന്ന് പറയുകയാണെങ്കിൽ എന്താ സംഭവം? എന്താ നോക്ക് മക്കളെ നോക്ക്, ഇത് 10⁻⁻6. ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അത് റേസ്റ്റ് 1/2 ആണ്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. റൂട്ട് എന്ന് പറഞ്ഞാൽ റേസ്റ്റ് 1/2 ആണ് അല്ലേ? അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിപ്പോ ആരെ പോലെയാണ് മക്കളെ? ഇത് A⁻m all raised to n പോലെയാണ്. A⁻m all raised to n എന്ന് പറഞ്ഞാൽ A⁻m × n ആണ് അല്ലേടാ? A⁻m × n ആണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ എന്താ വരിക? 10⁻⁻6 × 1/2 ആണ്. അല്ലെങ്കിൽ എന്താ വരിക? 10⁻⁻3 ആണ് വരിക. ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇതാണ് നമുക്ക് അറ്റ് പ്രസന്റ് കിട്ടിയിട്ടുള്ള ഈ നമ്പറിന്റെ സ്ക്വയർ റൂട്ട്. ഈ നമ്മൾ ഈ സ്ക്വയർ റൂട്ട് മാത്രം കണ്ടുപിടിച്ചാൽ മതിയോ? ക്വസ്റ്റിൽ ക്യൂബ് റൂട്ട് കൂടി ചോദിച്ചിട്ടില്ലേ? അപ്പൊ അതിലേക്കും കൂടി നമ്മൾ പോകണം. അപ്പൊ ഇതിന്റെ ക്യൂബ് റൂട്ട്, ഈ നമ്പറിന്റെ ക്യൂബ് റൂട്ട് കൂടി നമ്മൾ കണ്ടുപിടിക്കാം. ആദ്യം ഉള്ളിലുള്ള ആളെ കണ്ടുപിടിച്ചു, പിന്നെ അതിന്റെ ക്യൂബ് റൂട്ട് ആയിട്ടുള്ള ക്യൂബ് റൂട്ട് ആരാണ്? 10 × മക്കൾ നോക്ക്, 10 × 8 × 10⁻⁻3 ആണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ, നേരത്തെ നമ്മൾ സ്ക്വയറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നുണ്ട്, ഇത് ഇങ്ങോട്ടേക്കും സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇവിടെ അതേപോലെ തന്നെ ഇത് ഇങ്ങോട്ടേക്കും എന്തായി പോകും? സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നു ആലോചിച്ചാൽ മതി. അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 8 × ക്യൂബ് റൂട്ട് ഓഫ് എന്ത് വരടാ? 10⁻⁻3. ഈ ക്യൂബ് റൂട്ട് ഓഫ് 8 എത്രയെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞ ആൻസർ എന്താണ്? 2 ആണ്. ഇനി ഈ 10⁻⁻3 എടാ മക്കളെ നോക്ക്, ഈ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും, റേസ്റ്റ് 1/3 എഴുതാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. 2 × ഈ 10⁻⁻3 റേസ്റ്റ് 1/3 എന്ന് പറയുമ്പോൾ -3 × 1/3 ആണ്. mn ഓർമ്മല്ലേ? അപ്പൊ 2 × മക്കളെ എന്താ വരുന്നത്? 2 × 10⁻⁻1 ആണ് അല്ലെ? 2 × 10⁻. ഈ 10⁻⁻1 എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ഈ 10⁻⁻1 എന്ന് പറഞ്ഞാൽ? ഈ 10⁻⁻1 എന്ന് പറഞ്ഞാൽ -1 ആണല്ലോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ -1 എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷൻ ബാക്കിലോട്ട് പോകും. ഞാൻ പറഞ്ഞില്ല, ജമ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ബാക്കിലോട്ട് പോകുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുക. ആ ഒരു കേസിൽ നോക്കുന്ന സമയത്ത് ഈ -1 അല്ലേ? അപ്പോൾ ഒരു പൊസിഷൻ, ഈ 2-ൽ നിന്ന് ഒരു പൊസിഷൻ ബാക്കിലോട്ട് പോകുന്ന ആലോചിച്ചാൽ മതി. അപ്പൊ നോക്കും മക്കളെ, ഈ 2 ആയിരുന്നു, അതിൽ നിന്ന് ഇവിടെ ആയിരുന്നല്ലോ 2 എന്ന് പറഞ്ഞാൽ 2.0 ആണല്ലോ. ഒരു പൊസിഷൻ ബാക്കിലോട്ട് പോകുന്ന പോയിന്റ് ഇവിടേക്ക് വരും. അല്ലെങ്കിൽ ആൻസർ എന്താണ്? 0.2 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഈസി ആയിട്ടുള്ള എത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയേ. അപ്പൊ ഇവിടെ പറയുന്നത് 4 നോക്ക്, ഇതിപ്പോ ആരെ പോലെയാണ്, ഇത് a⁻m (n) എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം a⁻m × n ആണ് അല്ലേ മക്കളെ. a⁻m (n) എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ a⁻m × n ആണ്. അപ്പൊ ആ ഒരു കേസിൽ നോക്കുന്ന സമയത്ത് ഇത് എന്തായിരിക്കും വരിക, ഇത് പറയാൻ പറ്റുമോ? അതായത് 4√x (√x) എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? 4√x × √x എന്ന് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റും. ഇത് എന്തിനോട് ഈക്വലാണ്? 256 ഈക്വലാണ്. മക്കളെ നോക്ക്, 4√x, ഈ √x × √x എന്താണ്? √x × √x എന്ന് പറഞ്ഞാൽ x ആണ്, മറക്കരുത്. √x × √x എന്ന് പറഞ്ഞാൽ എന്താണ്? x ആണ്. അപ്പൊ അവിടെ എന്തായിരിക്കും വരിക? 4x = 256 ആണ്. മക്കളെ നോക്ക്, ഈ 256 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ബേസ് സെയിം ആണെങ്കിൽ നമുക്ക് എക്സിന്റെ വാല്യൂ ആണല്ലോ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ബേസ് സെയിം ആയിരുന്നെങ്കിൽ നമുക്ക് പവർ രണ്ടും സെയിം ആണെന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു 4:8 ഒക്കെ ആണെങ്കിൽ ഇതിൽ രണ്ടിലും ബേസ് സെയിം ആണ്. അപ്പോൾ പവർ ആയിട്ടുള്ള എക്സും ഈ 8ഉം ഈക്വലാണ്, x = 8 എന്ന് പറയാമായിരുന്നു. അപ്പോൾ 256നെ നിങ്ങൾ എങ്ങനെയെങ്കിലും 4ന്റെ പവർ ആക്കിയിട്ട് എഴുതണം. അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. 4 × 4 ചെയ്താൽ എത്രയാണ്? 16 ആണ് അല്ലേ. 4 എന്ന് പറഞ്ഞാൽ 4² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4² 16 ആണ്. 4³ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64 ആണ്. 4⁴ എന്ന് പറയുമ്പോൾ എത്ര വരിക? 256. കറക്റ്റ് 256ലേക്കാണ് എത്തുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ മതി. അത് അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തരുള്ളൂ. അപ്പോൾ ഇത് 256 എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? 4:4 ആണ്. ഇതിൽ ബേസ് രണ്ടും സെയിം അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പവർ രണ്ടും സെയിം ആയിരിക്കും. ആൻസർ എന്താണ്? x = 4 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷനും കാര്യങ്ങളും നിങ്ങൾ വലിയ ക്ലാസ്സിൽ +1 എത്തുന്ന സമയത്ത് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ള ഒരു ചാപ്റ്റർ ഉണ്ടായിരിക്കും, അവിടെ പഠിക്കും. ഇവിടെ ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ. എത്ര ആലോചിച്ചാൽ മതി മക്കളെ. ഈ റൂട്ട് അല്ലെങ്കിൽ നോക്ക്, ഒരു 2 × 2 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വരെ എന്താണ്? 2² ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു √2 × √2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? അത് √2ന്റെ സ്ക്വയർ ആണെന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? 2 തവണ ഒരേ നമ്പർ മൾട്ടിപ്ലൈ അല്ലേ, അപ്പോൾ അതെന്താണ്? സ്ക്വയർ ആണ്. ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അതേ ലോജിക്ക് വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? √(-1) × √(-1) എന്ന് പറഞ്ഞാൽ അത് എന്താണ്? √(-1) ആണ്. എടാ ഒരു വ്യത്യാസവും ഇല്ലടാ. മുകളിലുള്ളത് √2 ആണ്, താഴെയുള്ളത് എന്താണ്? √(-1) ആണെന്നുള്ളൊരു കാര്യം മാത്രം. വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇത് കറക്റ്റ് എക്സ്പ്ലനേഷൻ വലിയ ക്ലാസ്സിലെ പഠിക്കുക. ഇത്ര മനസ്സിലാക്കുക, ഈ സ്ക്വയറും റൂട്ടും എനിമീസ് ആണ്, ശത്രുക്കളാണ്. എപ്പോൾ ഒരുമിച്ച് കണ്ടാലും എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. എപ്പോൾ ഒരുമിച്ച് കണ്ടാലും ക്യാൻസൽ ആയി പോകും. അപ്പൊ ഈ റൂട്ടും സ്ക്വയറും ഒരുമിച്ച് കണ്ടല്ലോ, ക്യാൻസൽ ആയി പോയി. അപ്പൊ ഈ റൂട്ടും സ്ക്വയറും ഒരുമിച്ച് കണ്ടുകൊണ്ട് ക്യാൻസൽ ആയി. പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക? -1 ആണ് ഉണ്ടാവുക. ഓക്കെ, സ്ക്വയറും റൂട്ടും എനിമീസ് ആണ്, അപ്പോൾ ക്യാൻസൽ ആയി പോകും. ഇതിപ്പോ ഇങ്ങനെ മാത്രമല്ല മക്കളെ നോക്കി, ഇതിപ്പോ ഒരാൾ a² × ഇപ്പോഴും ഈ റൂട്ടും സ്ക്വയറും ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. ആ ഒരുമിച്ച് കണ്ടുകയാണെങ്കിൽ എന്തായി പോകും? അത് ക്യാൻസൽ ആയി പോകും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ കാണാൻ വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുമെങ്കിലും ഒന്നുമില്ലേ. ഓക്കെ, നമ്മൾ കുറച്ച് ഐഡന്റിറ്റീസും കാര്യങ്ങളും ഞാൻ കുറച്ച് ട്രിക്സിലൂടെ ഈ ക്വസ്റ്റ്യൻ നല്ല ഈസി ആയിട്ട് ഞാൻ നിങ്ങൾ പഠിപ്പിച്ചു തരാം. ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം, ശ്രദ്ധിച്ചിരിക്കണം. അതിന് മുൻപ് എത്ര ആൾക്കാർക്ക് ഈ ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നതിന് മുന്നേ ആൻസർ കിട്ടിയെന്നൊന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ 64 / 125 അല്ലേ? 64 / 125 ആണ്. ഫസ്റ്റ് ഞാൻ ഓരോന്നുമായിട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ 3 ടേംസ് ആണ് ബേസിക്കലി ഉള്ളത്. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം. ഈ മൂന്നാമത്തെ ആൾ ഒരു ബുദ്ധിമുട്ടില്ല. ഇവിടെ കാണാൻ വലിയ പ്രശ്നക്കാരനാണെന്നുള്ളൂ. ഇതെന്താ സംഭവം? ഇതിനുള്ളിൽ എന്തോ ഉണ്ട്, ഉള്ളിൽ 5 or 3 എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ നോക്കുന്ന പോലുമില്ല. ഉള്ളിലുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ, പുറത്തുള്ള എന്താണ്? (0) ആണ്. പുറത്തുള്ള (0) ആയ ആൻസർ എന്താണ്? 1 ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. (0) ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? 1 ആണ്. അപ്പൊ ആ കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്ന് ഇരിക്കുന്നു. ഇനി ഫസ്റ്റ് 64 / 125 ഓൾ റേസ്റ്റ് എന്താണ്? എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസിലും ഇത് ഹെൽപ്ഫുൾ ആവും. നിങ്ങൾക്ക് ഇത് (-2/3) എന്നാണ് വന്നത്. ഇതിപ്പോൾ ഒരു 2/3 ഒക്കെ ആണെങ്കിൽ (2) (3) അങ്ങനെ (1/3) ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ? ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ മൈനസ് ആണ് വന്നിട്ടുള്ളത്.
മൈനസ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ ആ മൈനസിനെ പോസിറ്റീവ് ആക്കാൻ ഒരു വഴിയുണ്ട്. എന്താ വഴി എന്ന് പറയും? അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഈ മൈനസിനെ പോസിറ്റീവ് ആക്കാം. എന്ത് ചെയ്താൽ മതി? ആ ഉള്ളിലുള്ള ആളെ തിരിക്കുക റെസിപ്രോക്കൽ എടുത്താൽ മതി. എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ എടുത്താൽ മതി. മക്കളെ അങ്ങനെയാണെങ്കിൽ ഈ 64 ഡിവൈഡ് ബൈ 125 എന്നുള്ളത് എന്തായിട്ട് മാറും? അത് 125 ഡിവൈഡ് ബൈ 64 റേസ് ടു എന്തായിട്ട് മാറും? 2/3 ആയിട്ട് മാറും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇവിടെ ഉള്ളത് നെഗറ്റീവ് ഉള്ളത് പോസിറ്റീവ് ആക്കാം. എന്ത് ചെയ്താൽ മതി? താഴത്തുള്ള ആളെന്നല്ല, ഈ ഫ്രാക്ഷനെ തിരിച്ചാൽ മതി. ഓക്കെ, റെഡി. അപ്പൊ ഈ 2/3 ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോകണം. ഈ 2/3 എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? 125/64 റേസ് ടു 1/3 ഓൾ റേസ് ടു 2 എന്ന് എഴുതാൻ പറ്റൂലേ? അങ്ങനെ എഴുതാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടില്ല, അങ്ങനെ എഴുതാൻ പറ്റും. കാരണം എന്താ? നമ്മളോടിപ്പോൾ ഈ ഇക്വേഷൻ നിന്നിട്ട് ചോദിക്കുകയാണ്, ഇതിന് സിംപ്ലിഫിക്കേഷൻ ചോദിക്കുകയാണ്. എന്ത് റേസ് ടു n ആണല്ലോ, അപ്പൊ m ഇൻറ്റു n ആണല്ലോ, അപ്പൊ m ഇൻറ്റു n ആണല്ലോ ഈ 2/3. മനസ്സിലായില്ല? അതായത് ഇവിടെ 1/3, ഇവിടെ 2, 1/3 ഇൻറ്റു 2 ആണ് എന്ത് മക്കളെ? 2/3. അങ്ങനെയാണല്ലോ ഈ 2/3 നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതായത് മനസ്സിലായില്ല? ഇവിടെ a, ഇവിടെ m, n, അങ്ങനെയാണെങ്കിൽ ഈ സംഭവം എന്താണ്? a റേസ് ടു m ഇൻറ്റു n ആണ്. അപ്പൊ ഇവിടുത്തെ കേസിൽ ഇയാളെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 125 ഡിവൈഡ് ബൈ 65 ഇൻറ്റു 1/3 ഇൻറ്റു 2 ആണ്. ഈ 1/3 ഇൻറ്റു 2 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? 2/3 തന്നെയാണ് കിട്ടുക. അതായത് ഇവിടുന്ന് മക്കളെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് ഈ ഒരു സംഭവത്തിൽ നിന്ന് ഇതിലേക്ക് പോകാൻ ആരെക്കൊണ്ടും പറ്റും. നിങ്ങൾക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇതിലേക്ക് എഴുതാൻ പറ്റണം. ആ ഒരു കാര്യമുള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ അതും സെറ്റാക്കി എടുക്കാവുന്ന ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ റേസ് ടു 1/3 ആണ്. ഈ റേസ് ടു 1/3 ഇത് ഇങ്ങോട്ടേക്കും വരട്ടെ, ഇങ്ങോട്ടേക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എ റേസ് ടു എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? a/b ഓൾ റേസ് ടു n ആണെങ്കിൽ ഇത് ഇങ്ങോട്ടേക്കും വരും, ഇങ്ങോട്ടേക്കും വരും. ആ ഒരു ലോജിക്ക്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് എന്തായിട്ട് വരും? 125 റേസ് ടു 1/3. മക്കളെ അടിയിൽ എന്താണ്? 64 റേസ് ടു 1/3 എന്ന് വരും. ഓൾ സ്ക്വയർ ഉണ്ട്. മക്കളെ നോക്കി, 125 റേസ് ടു 1/3. എന്താ ഈ 125 റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ? എല്ലാവർക്കും അറിയാം 125 റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 125 ആണ്. അത് എത്രയാണ്? അത് 5 ആണ് അല്ലേ? 64 റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അറിയാം, എത്രയാണ്? 4 ആണ്. അപ്പോൾ 5/4 ആണ് ഇവിടെ. 5/4 ഓൾ സ്ക്വയർ. 5/4 ഓൾ സ്ക്വയർ എന്ന് പറയാം. അല്ലെങ്കിൽ എന്താ കിട്ടുക? 25/16 എന്നാണ് വരിക. 25/16. അതായത് സ്ക്വയർ രണ്ട് ഭാഗത്തേക്കും പോകും. അവിടെ എന്തായിരിക്കും വരിക? 25/16 എന്നാണ് വരിക. അത് ഇയാളുടെ വാല്യൂ 25/16 ആണ്. ഇനി ഇതേപോലെ നമ്മൾ ഇയാളുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. അയാളുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. മക്കളെ നോക്ക്, ഇതാണ് സംഭവം. ഓക്കെ, മക്കളെ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് 1/a/m എന്ന് പറഞ്ഞാൽ എന്താണ്? a⁻⁻m ആണ്. ആർക്കും ബുദ്ധിമുട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന് എങ്ങനെ എഴുതാൻ പറ്റുമോ? ഇത് 256 റേസ് ടു -1/4 ആണെന്ന് എഴുതാൻ പറ്റില്ലേ? അങ്ങനെ എഴുതാൻ പറ്റും. കാര്യം ഇവിടെ എൻ്റെ സ്ഥലത്ത് 256/625 ആണ്. ഇനി മക്കളെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഈ മൈനസ് കണ്ടതാണ് പ്രശ്നം. മൈനസ് കണ്ടത് ഒരു പ്രശ്നമല്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? മൈനസിന് പ്ലസ് ആക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? മൈനസിന് പ്ലസ് ആക്കാൻ ഉള്ളിലുള്ള ആളെ തിരിച്ചാൽ മതി. അപ്പോൾ 625 ഡിവൈഡ് ബൈ 256 റേസ് ടു എന്താണ്? 1/4 ആണ്. ഈ റേസ് ടു 1/4 ഇങ്ങോട്ടേക്കും വരും, ഇങ്ങോട്ടേക്കും വരും. അപ്പോൾ അതെന്തായിട്ട് വരും? അത് 625 റേസ് ടു 1/4. പിന്നെ അടിയിലാണെങ്കിൽ 256 റേസ് ടു 1/4 എന്ന് വരും. ഈ റേസ് ടു 1/4 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് മക്കളെ? റേസ് ടു 1/4 എന്നൊക്കെ പറഞ്ഞാൽ ഏത് നമ്പർ 4 തവണ മൾട്ടിപ്പിൾ ചെയ്താൽ 625 കിട്ടുക. ഒന്ന് ഗസ് അടിച്ചാൽ മതി. വേണമെങ്കിൽ ചെയ്ത് നോക്കാം. 4x4 4 വട്ടം ചെയ്താൽ കിട്ടില്ല, 5 ചെയ്താൽ കിട്ടും. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക? 5 ആണ്. ഇവിടെ 256 വരണമെങ്കിൽ അതിന്റെ ആൻസർ എന്താണ്? 4 ആണ്. 4x4 4 വട്ടം മൾട്ടിപ്പിൾ ചെയ്താൽ 256 കിട്ടും. ചെയ്ത് നോക്കുക എന്നുള്ള സംഭവം, അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക എന്നുള്ളൊരു സംഭവം. ഓക്കെ, അപ്പൊ അത് കിട്ടി. മക്കളെ ഇയാളുടെ വാല്യൂ എന്തായിരുന്നു കിട്ടിയിരുന്നത്? 25/16 ഡിവൈഡ് ബൈ രണ്ടാമത്തെ ആളുടെ വാല്യൂ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? 5/4 പ്ലസ് 1 അല്ലേ? ഇതിൽ നമ്മൾ ബോർഡ് മാസ് റൂൾ പറയും. എന്താണ് ബോർഡ് മാസ് റൂൾ? ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പോൾ ഡിവിഷൻ കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? അഡീഷൻ വരുന്നത്. അപ്പോൾ ഡിവിഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തിലേക്ക് നോക്കിയാൽ മതി? അഡീഷനിലേക്ക് നോക്കിയാൽ മതി.
അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഡിവിഷൻ ആദ്യം ചെയ്യാൻ പോകണം. മക്കളെ ഡിവിഷൻ ചെയ്യാൻ വളരെ ഈസിയാണ്. എന്ത് ചെയ്താൽ മതി, ഫ്രാക്ഷനൊക്കെ വരുന്ന സമയത്ത് ആ ഡിവിഷനെ നിങ്ങൾക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ബേസിക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് വരും. മക്കളെ ഡിവിഷൻ ഉള്ളത് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, മൾട്ടിപ്ലിക്കേഷൻ ആക്കാൻ വേണ്ടി പറ്റും. ഡിവിഷൻ ഉള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആക്കാം. എന്ത് ചെയ്താൽ മതി, ഇവിടെ ഉള്ളത് തിരിച്ചാൽ മതി. 5/4 ഉള്ളത് 4/5. മാക്സിലുള്ള ഒരു റൂൾ ആട്ടോ ഞാൻ പറഞ്ഞത്. ഡിവിഷൻ ഉള്ളത് നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ആക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി, അതിന്റെ അടുത്തുള്ള ആളുടെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അടുത്തുള്ള ആളുടെ റെസിപ്രോക്കൽ എടുക്കാം. 5/4 ഇത് വരും. ഈ 4 4 1 ടൈംസ്, 16 എത്ര 4 ഉണ്ട്, 4 ടൈംസ്. 5 5 1 ടൈംസ്, 25 എത്ര 5 ഉണ്ട്, 5 ടൈംസ്. അപ്പോൾ ആൻസർ എന്താ വരിക, 5/4 എന്ന് വരും. അപ്പോൾ എന്തായാലും വന്ന് 5/4 പ്ലസ് 1 എന്ന് വരും. ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ 5/4 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1/1 ആണ്. ഓക്കെ, ഇനി ഒന്നെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, അല്ലെങ്കിൽ LCM എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നത് 5 × 1 5 പ്ലസ് പിന്നെ 4 × 1 4 ഓൾ ഡിവൈഡ് ബൈ 4 × 1 എത്രയാണ്, 4. ഓക്കെ അല്ലേ മക്കളെ? ഒന്നുമില്ലടാ, ഇയാള് പ്ലസ് ഇയാള് ഡിവൈഡ് ബൈ ഇയാള്, ആ ഒരു കാര്യം ചെയ്താൽ മതി. അപ്പം 9/4 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നിരിക്കുന്നു. ഓക്കെ, അത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് LCM എടുത്ത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നോക്കടാ ഈ ക്വസ്റ്റ്യൻ കാണാനൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒന്നുമില്ല, ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇവിടെ നമ്മളിപ്പം ഇങ്ങനെ വലിയ വലിയ ടേംസ് ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോ ടേംസും കണ്ടുപിടിക്കാം. ഓരോ ടേംസിലും എന്താണ് വാല്യൂ വരുന്നത് നോക്കാം. എന്നിട്ട് അതിനനുസരിച്ച് ബാക്കിയുള്ളതിന്റെ വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാൻ ഫസ്റ്റ് ഉള്ളതിന്റെ 3 ആൾക്കാരാണുള്ളത്. 3 ആൾക്കാരാണുള്ളത്. അപ്പം ഞാൻ ആദ്യത്തെ ആളുടെ വാല്യൂ നോക്കാം. x/b 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 ഡിവൈഡ് ബൈ x/c എന്താണ്, x/b മൈനസ് c ആണ്. ബുദ്ധിമുട്ടൊന്നുമില്ല. ഓൾ റേസ് ടു എന്താണ്, b + c - a ആണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഇത്. a⁻m n എന്ന് പറഞ്ഞാൽ a⁻m × n ആണ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും വരിക, x/b - c × b + c - a ആണ് വരിക. ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യലോ, ഇത് ഇങ്ങോട്ടേക്ക് ആ ഒരു കാര്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യലോ ചെയ്യാൻ പോകണം. ശ്രദ്ധിച്ചിരിക്കാം. x എന്ത് വരും, b² + cb - ab പിന്നെ -bc - c² + ac എന്ന് വരും അല്ലേ. b² + cb - ab പിന്നെ -bc - c² + ac. ഓക്കെ, ഇതിൽ ആരെങ്കിലും ക്യാൻസൽ ചെയ്യാനുണ്ടോ? ഈ CB - BC, BC എന്ന് പറഞ്ഞാൽ CB തന്നെയാണല്ലോ. അപ്പം CBയും -CBയും പാടെ ക്യാൻസൽ ചെയ്താൽ 0 ആയിപ്പോയി. പിന്നെ വേറെ ആരെയും ക്യാൻസൽ ചെയ്യാനുണ്ടോ? വേറെ ആരും ഇവിടെ ക്യാൻസൽ ചെയ്യാനില്ല. ഇല്ലല്ലോ. b² - cb ഇല്ല, ക്യാൻസൽ ചെയ്യാനില്ല. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇയാളുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, x/b² - c² -ab + ac -ab + ac അല്ലേ. -ab + ac എന്ന് കിട്ടി. അല്ലെങ്കിൽ നേരെ തിരിച്ചും വേണമെങ്കിൽ എഴുതാൻ പറ്റും. എന്ത് എഴുതാൻ പറ്റും, പ്ലസ് AC - AB എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ എഴുതാൻ പറ്റും അല്ലേ. AC - AB എന്നുള്ള രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എഴുതാൻ പറ്റും. ഇനി ഈ ഒരു സംഭവം നമുക്ക് അടുത്ത സംഭവം വേണമെങ്കിൽ ചെയ്തു നോക്കി കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു നോക്കി കണ്ടുപിടിക്കാം, അല്ലാതെ ഗസ് അടിക്കാനും പറ്റും. അതായത് ഞാനൊരു പാറ്റേൺ ഇതിൽ പറഞ്ഞുതരാം. x/b ഡിവൈഡ് ബൈ x, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടൈം സേവ് ചെയ്യേണ്ടത്. x/b b + c - a എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് എന്താ കിട്ടിയത്, x/b² - c² പിന്നെ +ac - ab അല്ലേ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇതേപോലെ രണ്ടാമത്തത് ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. നോക്കാം നമുക്ക്. x/c ഡിവൈഡ് ബൈ x/a ഓൾ റേസ് ടു എന്താ വരുന്നത്, c + a - b ആയിരിക്കും അല്ലേ. -b ആയിരിക്കും. c + a - b ആണ്.
അതിന് ആൻസർ ചെയ്തു നോക്കുന്നത് ആ ഒരു പാറ്റേൺ മനസ്സിലാക്കിയിട്ട് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റുമോ? എടാ നോക്ക് ഒരു അതായത് നിങ്ങൾക്ക് ചെയ്തു നോക്കാം കൺഫേം ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ. ഇത് ഞാനൊരു പാറ്റേൺ വെച്ചിട്ട് ചെയ്തു നോക്കാതെ പറയാൻ പോകണം. ഇവിടെ ബിയും സിയും ആയപ്പോൾ ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ, അതാണ് ആദ്യത്തെ രണ്ട് ടേംസ് കിട്ടി. അപ്പോൾ സിയും എയും ആയപ്പോൾ സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ആദ്യത്തെ രണ്ട് ടേംസിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി മക്കളെ, ഇനി നമുക്ക് ഇവിടെ ഈ പാറ്റേണിൽ എന്ത് നോക്കിയിട്ട് നോക്കാം. ആദ്യം ഇവിടെ എ സി മൈനസ് എ ബി എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ കേസിൽ ഇവിടെ എന്തായിരിക്കും വരിക എന്നുള്ളത് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കിയേ. എ സി മൈനസ് എ ബി ആയിരുന്നു, അതെന്തായിരുന്നു വന്നെന്നുള്ളത് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്താ സംഭവം വെച്ചാല് ആദ്യം നമുക്ക് എന്തെങ്കിലും ഒരു പാറ്റേൺ ഇതിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഇവിടെ എ സി, ഇവിടെ എ ബി, മൈനസും പ്ലസും നോക്കണ്ട, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എ സി, ഇവിടെ എ ബി, അപ്പൊ എ സി മൈനസ് എ ബി. ഓക്കെ, എ സി മൈനസ് എ ബി. ഇവിടെ എ സി, ഇവിടെ എ ബി, അതിനോട് എ സി മൈനസ് എ ബി. അതേ ലോജിക്ക് വെച്ചിട്ട് ഇവിടെ എന്തായിരിക്കും വരിക? ബി എ ബി സി, അപ്പൊ ബി എ മൈനസ് ബി സി പ്ലസ് ബി എ മൈനസ് ബി സി. ഇങ്ങനെ വേണം നമ്മൾ എക്സാമിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കാരണം സെയിം പാറ്റേൺ ആണല്ലോ. എടാ ഞാൻ എന്തുകൊണ്ടത് ഇങ്ങനെ ചെയ്യാൻ കാരണം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് വേണമെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ, എടാ ഇവിടെ ബിയും സിയും ബി പ്ലസ് സി മൈനസ് എ, ഇവിടെ സിയും എയും സി പ്ലസ് എ മൈനസ് ബി, ഒരേ പാറ്റേണിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതെന്താ എങ്ങനെയാണോ വന്നിട്ടുള്ളത് അതേപോലെ തന്നെയാണ് തായും വന്നിട്ടുള്ളത്. അവിടെ ജസ്റ്റ് ആ ലെറ്റേഴ്സ് മാറി എന്നുള്ളൊരു മാറ്റേ വരുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് ശരിയാണോ? അതായത് മുകളിൽ ബിയും സിയും വന്നിടത്ത് താഴെ എന്തോന്നു സിയും എയും, ആ ലെറ്റേഴ്സിലൊരു മാറ്റം വന്നിരുന്നുള്ളൂ. എടാ ഇവിടെ ലെറ്റേഴ്സിൽ ലെറ്റേഴ്സിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ആർ എച്ച് എസിലും ആ ലെറ്റേഴ്സിലുള്ള മാറ്റം വരുത്തിയാൽ പോലെ. അതാണ് ലോജിക്. അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പല എൻട്രൻസ് എക്സാമിലും ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ മക്കളെ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അടുത്തത് നിങ്ങൾ പറയും. നിങ്ങൾ നല്ല ഐഡിയ ഉള്ള മക്കളാണെങ്കിൽ അടുത്തത് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും. എക്സ് റൈസ് ടു എ. ഓക്കെ മക്കളെ നോക്കി, ഇവിടെ എന്തായിരിക്കും വരിക? ഇത് എക്സ് റൈസ് ടു, മക്കളെ നോക്കിയേ, ഇവിടെ ഇത് കിട്ടിയോ? നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ എയും ബിയും, അപ്പൊ എന്തായിരിക്കും വരിക? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് ഇത് നോക്കിയേ സി ബി സി എ, അപ്പൊ എന്തായിരിക്കും വരിക? സി ബി മൈനസ് സി എ. ബുദ്ധിമുട്ടുണ്ടോ? സി ബി സി എ എന്നാകുമ്പോൾ സി ബി മൈനസ് സി എ. അപ്പൊ ഇതാണ് അറ്റ് പ്രസന്റ്ലി നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ എല്ലാത്തിന്റെയും, മക്കളെ നോക്കി, ഇതിന്റെ എല്ലാത്തിന്റെയും മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇവിടെ അപ്പോൾ ഓരോ ടേംസും ഇയാള്, അതായത് ക്വസ്റ്റിന് പറഞ്ഞ ഇയാളെയും മൾട്ടിപ്ലൈ ചെയ്യാനാണ് അല്ലേ? അല്ലെങ്കിൽ ബേസിക്കലി ഈ മൂന്ന് ആൾക്കാരെയും മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ആണ്. നമുക്ക് അറിയുന്ന കാര്യമാണ് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈസിക്കൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ ആണ്. അറിയുന്ന കാര്യമാണ് അല്ലേ? അപ്പം ബേസ് സെയിം ആണെങ്കിൽ, അതായത് ഇതിനെ മൂന്ന് ആൾക്കാരെയും മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ ബേസ് എന്താണ്? സെയിം ആണ്. മൂന്നിന്റെയും ബേസ് സെയിം ആണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് പവേഴ്സ് ആഡ് ചെയ്താൽ മതി. അതല്ലേ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ പറയുന്നത്. അപ്പം അതേ 3 ആൾക്കാർ 4 ആൾക്കാർ ആണെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്തായിട്ട് വരും? എക്സ് റൈസ് ടു ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ പ്ലസ് എ സി മൈനസ് എ ബി ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്തായിരിക്കും വരാം? അതായത് ബേസ് എല്ലാത്തിലും സെയിം ആണ്. അപ്പൊ പവേഴ്സ് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. അപ്പം ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ പ്ലസ് എ സി മൈനസ് എ ബി പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് ബി എ മൈനസ് ബി സി പ്ലസ്, പിന്നെ ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എഴുതുന്നുണ്ട്, പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, പിന്നെ എന്താ വരുന്നത്? സി ബി മൈനസ് സി അല്ലേ? പ്ലസ് സി ബി മൈനസ് സി എ. ഇതാണ് ആ പവറിൽ വരുന്ന ആൾ. ഇത്രയും ആൾക്കാരാണ് പവറിൽ വരുന്നത് അല്ലേ? ഇനി ഫുള്ള് നോക്കിയാൽ മതി. ക്യാൻസൽ ചെയ്യാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ഈ മൈനസ് സി സ്ക്വയറും ഈ സി സ്ക്വയറും ക്യാൻസൽ ചെയ്ത്, ഈ പ്ലസ് ബി സ്ക്വയറും മൈനസ് ബി സ്ക്വയറും ക്യാൻസൽ ചെയ്ത്, പിന്നെ പ്ലസ് എ സ്ക്വയറും മൈനസ് എ സ്ക്വയറും ക്യാൻസൽ ചെയ്ത്, പിന്നെ ഇവിടെ എ സി ഉണ്ട്, ഇവിടെ മൈനസ് എ സി ഉണ്ട്, ക്യാൻസൽ ചെയ്ത്, ഇവിടെ സി ബി ഉണ്ട്, ഇവിടെ മൈനസ് സി ബി ഉണ്ട്, ക്യാൻസൽ ചെയ്ത്, പിന്നെ ഇവിടെ എ ബി ഉണ്ട്, മൈനസ് എ ബി ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? എക്സ് റൈസ് 0 മാത്രമേ ഉള്ളൂ. ആൻസർ എന്താണ്? 1 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നല്ല രസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും √6 ഒന്നുമില്ല, ക്വസ്റ്റ്യൻ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല അതിൽ. അതായത് ക്വസ്റ്റ്യൻ പറയുന്നത് √6 ഇങ്ങനെ പോവാണ്. അതായത് ഈ ഒരു പാറ്റേൺ നോക്ക്, ഇതെങ്ങനെയാണോ തുടങ്ങിയിട്ടുള്ളത് അതേ പാറ്റേണിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോവാണ്. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് എവിടെയൊക്കെ ഉപയോഗിക്കേണ്ടി വരാം?
+1 ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത്, +1 അല്ല +2ലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നല്ല രസമുള്ള ഒരു ചാപ്റ്റർ ഉണ്ടായിരിക്കും. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഇൻഫിനിറ്റി അത് നോക്ക്, അതായത് ഒരു 1+1+1+1+ ഇതിങ്ങനെ എഴുതി പോവാണ്. എവിടെ വരെ എന്നറിയോ? ഇൻഫിനിറ്റി വരെ. അപ്പം ഇത്രയും ആളുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എന്തായിരിക്കും? ഒരു ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാരുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഒരാൾ പറയാണ് പോയി, ഒരാൾ പറയാണ് ഇത്രയും ഉള്ള വാല്യൂസ് അതിനോട് ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും അല്ലേ? കാരണം ഇൻഫിനിറ്റി വരെ എന്ന് പറയുമ്പോൾ വലിയൊരു നമ്പറാണ്, അത്രയും വലിയൊരു നമ്പറാണ്. ഇൻഫിനിറ്റി വരെ 1 ആഡ് ചെയ്ത് പോകുന്ന പറഞ്ഞാൽ വലിയൊരു നമ്പറാണ്. ആ വലിയൊരു നമ്പറിൽ നമ്മൾ ഈ 1 ഒഴിവാക്കിയിട്ട് ഇതിനെ മാത്രമാക്കി എഴുതുകയാണെങ്കിൽ അത് എന്തായിരിക്കും? സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ. ഒരു 1ന്റെ ഒരു കുറവുണ്ടായിരിക്കും, എന്നാലും എന്തായിരിക്കും? അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. ഞാൻ പറഞ്ഞത് ശരിയാണോ? ശരിയാണ്. കാരണം ഇൻഫിനിറ്റി വരെ പോകുന്നത് വലിയൊരു നമ്പറാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു 100 crore rupees ഉണ്ട് വിചാരിക്കുക, 100 കോടി രൂപ ഉണ്ട്. ആ 100 കോടിയിൽ 1 രൂപ പോയിക്കാണെങ്കിലും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ അല്ലേ? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ അല്ലേ? 1 രൂപയല്ലേ പോയിട്ടുള്ളൂ. അപ്പൊ അതേപോലത്തെ ഒരു ലോജിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതായത് സംഭവം ഞാൻ പറഞ്ഞത്രേ, നിങ്ങൾ ഇത്രയും വാല്യൂസിന് നിങ്ങളിപ്പോൾ ഒരു കെ എന്ന് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും വാല്യൂസിനെ നിങ്ങൾക്ക് എന്ത് വിളിക്കാം? കെ എന്ന് വിളിക്കാൻ പറ്റും. ശരിയാണോ? ശരിയാണ്. അപ്പൊ അതാണ് സംഭവം. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത്രയും വാല്യൂസിനെ നിങ്ങൾ എന്ത് വിളിച്ചു? പി എന്ന് വിളിച്ചു. ശരിയാണ്. ഇത്രയും വാല്യൂസിനെ നിങ്ങൾ പി എന്ന് വിളിച്ചു. ഇത്രയും ഈ വലിയൊരു വാല്യൂസിനെ പി എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിനെ വേറെ രീതിയിൽ എഴുതാൻ പറ്റും. √6+, അതായത് ഇതിന്റെ ഉള്ളിലുള്ള ആൾ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ബേസിക്കലി പുറത്തുള്ള ആളെ പോലെ തന്നെയാണ്, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ് അല്ലെ? പുറത്തുള്ള ആൾ മനസ്സിലാവുന്നില്ല മക്കളെ നോക്ക്, ഈ പുറത്തുള്ള ആളെന്ന് പറഞ്ഞാൽ ഇയാള് അത് തന്നെയാണ് ആര്? ഈ ഉള്ളിലുള്ള ആളും. കാരണം ഇത് ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. ആ √6+, ആ പുറത്തുള്ള ആൾ തന്നെ ഉള്ളിലുള്ള ആൾ തന്നെ എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അത് ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്, അത്രയും വലിയൊരാളാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ പുറത്തുള്ള ആൾ എന്ന് പറഞ്ഞാൽ പി ആണ്, അപ്പൊ ഉള്ളിലുള്ള ആൾ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അത് ബേസിക്കലി പി തന്നെയാണെന്നുള്ള രീതിയിലൊരു കാര്യം എടുക്കണം. അങ്ങനെയാണ് ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. മതി. ബാക്കിയുള്ളതൊക്കെ ഈസിയാണ്. എന്ത് ചെയ്താൽ മതി? 2 ഭാഗത്തും സ്ക്വയർ ചെയ്യുക. ഇവിടെയും സ്ക്വയർ ചെയ്യുക, ഇവിടെയും സ്ക്വയർ ചെയ്യുക. ഈ സ്ക്വയർ റൂട്ട് ശത്രുക്കളാണ്, ക്യാൻസൽ ആയി പോയി. അപ്പോൾ 6 + p = എന്ത് വരും? p². അതായത് p² എന്ന് വരും. അപ്പോൾ 6 = എന്ത് വരും? p² - p അല്ലേ? p² - p എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? p × p - 1 ആണ്. ആർക്കും ബുദ്ധിമുട്ട് കിട്ടും. p² - p പറഞ്ഞാൽ p × p - 1. അപ്പൊ p × p - 1 = 6 ആണ്. അതായത് ക്വസ്റ്റ്യൻ നോക്ക്, p × p - 1. എടാ p × p - 1 എന്ന് പറഞ്ഞാൽ ഒരു നമ്പറും അതിൽ നിന്ന് 1 സബ്ട്രാക്ട് ആയ നമ്പറും. ഇത് p എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ, p - 1 എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് 1 സബ്ട്രാക്ട് ആയി പോയതിനു ശേഷം നമ്പർ. ഒരു നമ്പറും അതിന്റെ 1 സബ്ട്രാക്ട് ആയി പോയിട്ടുള്ള നമ്പർ കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 6 കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്പർ ഏതാണ്? 3. അല്ലടാ, 3 × 2 അല്ലേ? 3 എന്നൊരു നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ 2, 3 2 മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ്? 6 ആണ്. അപ്പൊ പിയുടെ വാല്യൂ എന്താണ്? 3 ആണ്. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ബുദ്ധിമുട്ടില്ല, എല്ലാവർക്കും കാണുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുമെങ്കിലും ഒന്നുമില്ല ഇതില്. നോക്കിയേ, 41 - √21 +√19 - √9. ഈ √9 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. √9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ് അല്ലേ? ഇനി ഈ 19 - 3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണെന്ന് അറിയാം. അത് എത്രയാണ്? 16 ആണ് അല്ലേ? ഈ √16 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? അത് 4 ആണ് അല്ലേ? ഈ 21 + 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 ആണ് നിങ്ങൾക്കറിയാം. അപ്പൊ 25ന്റെ റൂട്ട് എത്രയാണ്? അത് 5 ആണ് നിങ്ങൾക്കറിയാം. 41 - 5 ആണ്, അല്ലെങ്കിൽ √36 ആണ്, അല്ലെങ്കിൽ ആൻസർ എന്താണ്? 6 ആണ്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത്. നമ്മൾ നല്ല ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് പരിചയപ്പെട്ടു. നമ്മൾ ഈ ചെയ്യുന്നതിന്റെ ഒരു ബെനിഫിറ്റ് ഉറപ്പായിട്ടും മക്കളെ നിങ്ങളെ ലൈഫിൽ, നിങ്ങളുടെ അക്കാഡമിക് ലൈഫിലാണെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെ നല്ല ഒരു ഫൺ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനിയും അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പല ബുക്കിലും റെഫർ ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇനിയും നമുക്ക് വീണ്ടും പല ക്ലാസ്സുകളായിട്ട് കാണണം. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.